എല്ലാവർക്കും എജ്യൂടെക്കിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ പി ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് ഈ പി ബ്ലോക്ക് എലമെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പി ബ്ലോക്ക് എലമെൻറ്റുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് നമ്പർ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻസിന് പറയുന്ന പേരാണ് പി ബ്ലോക്ക്. 13 to 18th group elements are called P block elements. 13 to 18th group elements. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ചാണ്. ഏത് മുതൽ ഏത് വരെയാണെന്ന് പറഞ്ഞു? 13 to 18th ഗ്രൂപ്പ് എലമെന്റ്സിനെ പറയുന്ന പേരാണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവയെ പി ബ്ലോക്ക് എലമെന്റ്സ് വിളിച്ചത് നമുക്കറിയാം. ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ദി പി സബ്ഷെൽ. പി സബ്ഷെൽ എന്ന് പറയുന്നത് കൊണ്ടാണ് ഇവയെ നമ്മൾ എന്ത് വിളിക്കുന്നത്? പി ബ്ലോക്ക് എലമെന്റ്സ് വിളിക്കുന്നത്. അപ്പോൾ ഈ പി ബ്ലോക്ക് മൂലകങ്ങളുടെ അവസാന ഇലക്ട്രോണുകൾ വന്നു പറയുന്നത് എവിടെയായിരിക്കും? പി സബ്ഷെല്ലാണ്. സോ ഇവയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇവയുടെ ഗ്രൂപ്പ് നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ നമുക്ക് ഈ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? അതിനായിട്ട് ഞാൻ 13ാമത്തെ ഗ്രൂപ്പിലുള്ള 13th ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് നോക്കാൻ പോവുകയാണ്. 13th ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ് ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം, അങ്ങനെ പോകും. 14th ഗ്രൂപ്പിനകത്ത് വരുന്ന എലമെന്റ്സ് ആണ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്, സോൺ. 15th ഗ്രൂപ്പിനകത്ത് വരുന്ന എലമെന്റ്സ് ആണ് നൈട്രജൻ, ഫോസ്ഫറസ്, ആഴ്സനിക്, ആന്റിമണി ആൻഡ് ബിസ്മത്ത്. 16th ഗ്രൂപ്പിനകത്ത് ഓക്സിജൻ, സൾഫർ, അങ്ങനെ പോകും. എനിവേ ദീസ് ആർ ദ എലമെന്റ്സ്. അപ്പോൾ നമുക്ക് തൽക്കാലം 13, 14, 15 ഗ്രൂപ്പിലെ എലമെന്റ്സ് നോക്കാം. 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് അറ്റോമിക് നമ്പർ 5, ഹിയർ 6, 7, ഇവിടെ വരുമ്പോൾ 13, 14, 15 ആൻഡ് സോ ഓൺ. ഓക്കെ, നമുക്ക് ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി എഴുതി നോക്കാം. ഇൻ ദ കേസ് ഓഫ് ബോറോൺ 5ന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2, 2s2, 2p1. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, പി സബ്ഷെൽ അവസാനിക്കുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡഡ് പി ബ്ലോക്ക്. ഓക്കെ, ഇവിടെ എഴുതുമ്പോൾ 2s2, 2p2. അപ്പോൾ 5 ആകുമ്പോൾ 2p1, 6 ആകുമ്പോൾ 2p2. ഇവിടെ എഴുതുമ്പോൾ 2s2, 2p3. അലൂമിനിയത്തിൻ്റെ എഴുതുമ്പോൾ നമുക്ക് നിയോണിനെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലായിട്ട് എഴുതാം. ദെൻ ദ റിമൈനിങ് കോൺഫിഗറേഷൻ ദാറ്റ് ഈസ് 3s2, 3p1. ഇവിടെയാണെങ്കിൽ നിയോണിനെ സ്ക്വയർ ബ്രാക്കറ്റ് എഴുതുക, ബാക്കി 3s2, 3p2. Here it is 3s2, 3p3. എല്ലായിടത്തും നിയോൺ കൂടി എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. സോ ഇവയെ പി ബ്ലോക്കിൽ ഉൾപ്പെടുത്തുവാൻ കാരണം എന്ന് പറയുന്നത് ഇവിടെ അവസാന ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് എവിടെയാണ്? പി സബ്ഷെൽ ആയതുകൊണ്ടാണ് ഇവയെ നമ്മൾ വിളിച്ചത് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു എലമെന്റിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന്റെ നീഡ് എന്ന് പറയുന്നത് we will get the details of the element, we will get the characteristic properties of the elements, we can predict the properties of the elements. Okay, using this subshell electronic configuration, here also we can find out the group number of elements in the group number കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. So here when you look at the outermost p subshell of 13th group elements, 13ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ്സിന്റെ outermost p subshell, here it is 2p, here it ends in 2p1, here it ends in 3p1. അപ്പോൾ സ്വാഭാവികമായിട്ടും അലുമിനിയം കഴിഞ്ഞ് വരുത്ത അടുത്ത എലമെന്റ് എവിടെ ആയിരിക്കും? 4p1ലായിരിക്കും അവസാനിക്കുന്നത്. ഓക്കെ, എനിവേ ഈ 1നോട് കൂടി എത്ര ആഡ് ചെയ്താൽ നമുക്ക് 13 ആക്കി മാറ്റാൻ പറ്റുമെന്ന് ആലോചിച്ച് നോക്കിയേ. 1നോട് കൂടി 2pയിൽ വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം 1 ആണ്. ആ 1നോട് കൂടി എത്ര ആഡ് ചെയ്താൽ 13 ആക്കി മാറ്റാൻ പറ്റും? 12 ആഡ് ചെയ്താൽ മതി അല്ലേ? സോ അതായത് നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനൊപ്പം എത്ര ആഡ് ചെയ്യുക? 12 ആഡ് ചെയ്യുക. This is the group number. Okay, in the case of p block elements, their group number is the sum of the number of electrons present in the outermost p subshell and 12. Okay, അപ്പോൾ എന്ത് ചെയ്താൽ മതി? by adding 12 to the number of electrons present in the outermost p subshell. അപ്പോൾ p block elementsന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്? outermost p subshell ഇലക്ട്രോണുകളുടെ എണ്ണത്തിനോടൊപ്പം എത്ര ആഡ് ചെയ്താൽ മതി? 12 ആഡ് ചെയ്താൽ മതി. In the case of carbon, so when you look at the carbon atom, you can see its outermost shell contains 2 electrons. Outermost p subshell contains 2 electrons. So what about the group number? 14 ആണ്. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? outermost p subshell 2 plus 12. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 14 എന്ന് കിട്ടും. Thus we can find out the group number of
പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഔട്ടർ മോസ്റ്റ് പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനൊപ്പം എത്ര ആഡ് ചെയ്താൽ മതി? 12 ആഡ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, ബാഹ്യതമ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിനൊപ്പം 12 കൂട്ടുമ്പോൾ നമുക്ക് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് പി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സ് ആണ് പി ബ്ലോക്ക് എലമെന്റ്സ്. ഫോർ ഗെറ്റിംഗ് ദി ഗ്രൂപ്പ് നമ്പർ ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്ത് ചെയ്യുക? ബൈ ആഡിങ് 12 ടു ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് പി ഇലക്ട്രോൺസ്. ഓക്കെ, ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലിലെ പി ഇലക്ട്രോൺസിനോടൊപ്പം എന്ത് ചെയ്യുക? 12 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കണ്ടുപിടിക്കാൻ പറ്റും? ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. So in the case of when you look at the p block elements, you can see it includes, that elements includes metals, non-metals, metalloids and noble gases. നിങ്ങൾക്കറിയാം ഈ ഗ്രൂപ്പ് ചെന്ന് അവസാനിക്കുന്നത് 18th ഗ്രൂപ്പിലാണ്. 18ാമത്തെ ഗ്രൂപ്പിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. 18th ഗ്രൂപ്പ് എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നോബിൾ ഗ്യാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പി ബ്ലോക്ക് എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് മെറ്റൽസ് കാണാൻ പറ്റും, ലോഹങ്ങളെ കാണാൻ പറ്റും, അതുപോലെ നോൺ മെറ്റൽസ് അലോഹങ്ങളെ കാണാൻ പറ്റും, അതുപോലെ തന്നെ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. മെറ്റലോയിഡ്സ് മീൻസ് ഉപലോഹങ്ങളെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് നോബിൾ ഗ്യാസസ്. ഓക്കെ, വെൻ യു ലുക്ക് അറ്റ് ദി പി ബ്ലോക്ക് എലമെന്റ്സ് യു ക്യാൻ സീ സം ഓഫ് ദി എലമെന്റ്സ് ആർ എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. ചില എലമെന്റ്സ് സോളിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സം ഓഫ് ദി എലമെന്റ്സ് എക്സിസ്റ്റ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റ്. ചില എലമെന്റ്സ് ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ ചില എലമെന്റ്സ് ഗേഷ്യസ് ഫോമിലും എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സോളിഡ് ഖരാവസ്ഥയിലുള്ള എലമെന്റ്സ് ഉണ്ട്, അതുപോലെ ദ്രാവകാവസ്ഥയിലുള്ള എലമെന്റ്സ് ഉണ്ട്, വാതകാവസ്ഥയിലുള്ള എലമെന്റ്സ് ഉണ്ട്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ സോളിഡ്സിന്റെ എക്സാമ്പിൾ ആണ് കാർബൺ. കാർബൺ സോളിഡ് ആണല്ലോ. അലൂമിനിയം സോളിഡ് ആണല്ലോ. ബോറോൺ, ഇതെല്ലാം സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സിന് എക്സാമ്പിൾ ആണ്. ഗേഷ്യസ് ഫോമിലുള്ള എലമെന്റ്സിന് എക്സാമ്പിൾ നൈട്രജൻ ഉണ്ട്, അടുത്ത് വരുന്ന ഓക്സിജൻ വരുന്നുണ്ട്, ഫ്ലോറിൻ വരുന്നുണ്ട്, ക്ലോറിൻ വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഗേഷ്യസ് ഫോമിലുള്ള എലമെന്റ്സ് ആണ്. ഈ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ഉണ്ട്. ബ്രോമിൻ എന്ന് പറയുന്ന ലിക്വിഡ് സ്റ്റേറ്റിലുള്ള എലമെന്റ്സ് ഉണ്ട്. അതാണ് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ലിക്വിഡ് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെന്റ്സും ഇതിനകത്തുണ്ട്, ഈ പി ബ്ലോക്കിനകത്ത് ഉണ്ട്. സോ അടുത്തൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പി ബ്ലോക്ക് എലമെന്റ്സിന്റെ കാര്യത്തിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ്സ് കാണപ്പെടുന്നത് പി ബ്ലോക്കിനകത്താണ്. ഇൻ പി ബ്ലോക്ക് ദ എലമെന്റ്സ് വിത്ത് ദ ഹയസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഈസ് സീൻ ഇൻ 17th ഗ്രൂപ്പ്. 17th ഗ്രൂപ്പിലാണ് ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ എലമെന്റ്സ് കാണപ്പെടുന്നത്. പി ബ്ലോക്കിനകത്ത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ്സ് കാണപ്പെടുന്നത് എന്താണ്? പി ബ്ലോക്കിനകത്താണെന്നും പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? പി ബ്ലോക്കിനകത്താണ്. നെക്സ്റ്റ് നമ്മൾ അയണൈസേഷൻ എനർജിയുടെ കേസ് പറയുകയാണെങ്കിൽ ആസ് വി മൂവ് ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് എ പീരീഡ് വാട്ട് ഹാപ്പൻസ് ടു ദ അയണൈസേഷൻ എനർജി? അയണൈസേഷൻ എനർജി ഇൻക്രീസസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പീരീഡിൽ ഇടനിന്ന് വലുതേക്ക് പോകുന്നതിനനുസരിച്ച് അയണൈസേഷൻ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയണൈസേഷൻ എനർജി ഏറ്റവും കൂടിയ എലമെന്റ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? പി ബ്ലോക്കിനകത്താണ്. നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 18th ഗ്രൂപ്പ് എലമെന്റ്സിനായിരിക്കും അയണൈസേഷൻ എനർജി ഏറ്റവും കൂടുതൽ. അപ്പോൾ അയണൈസേഷൻ എനർജി ഏറ്റവും കൂടിയ എലമെന്റ്സ് കാണപ്പെടുന്നത് എവിടെ തന്നെയാണ്? പി ബ്ലോക്കിനകത്താണ്. അപ്പോൾ പി ബ്ലോക്കിന്റെ പ്രത്യേകത പറഞ്ഞത് എന്തൊക്കെയാണ്? 13 to 18th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് പി ബ്ലോക്ക് എലമെന്റ്സ് പറയുന്നത്. ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ ഇലക്ട്രോൺ എണ്ണത്തിനൊപ്പം എന്ത് ചെയ്താൽ മതി? 12 ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് നമ്മളെന്താണ്? അവയിൽ മെറ്റൽസ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ദേ ക്യാൻ എക്സിസ്റ്റ് ഇൻ സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് ഫോം. The elements with the highest electronegativity are present in P block. പിന്നെ പറഞ്ഞത് എന്താണ്ട് ഇതിനകത്ത് അയണൈസേഷൻ എനർജി ഏറ്റവും കൂടിയ എലമെന്റ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? പി ബ്ലോക്കിനകത്താണ്. ആസ് വി മൂവ് ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് എ പീരീഡ് ദ അയണൈസേഷൻ എനർജി ഇൻക്രീസസ് ബിക്കോസ് ഓഫ് ഡിക്രീസ് ഇൻ സൈസ് കുറയുന്നത് കൊണ്ട് അയണൈസേഷൻ എനർജി എന്ത് ചെയ്യുന്നു? കൂടും. അപ്പോൾ അയണൈസേഷൻ എനർജി ഏറ്റവും കൂടിയ എലമെന്റ്സ് കാണപ്പെടുന്നത് എവിടെയാണ്? പി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പി ബ്ലോക്ക് എലമെന്റ്സ്. പി ബ്ലോക്ക് എലമെന്റ്സിന്റെ ചില കോമൺ ആയിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. X and Y are two elements present in the periodic table and their atomic numbers are 12 and 17 respectively. X, Y എന്നിവ പീരിയോഡിക് ടേബിളിൽ രണ്ട് മൂലകങ്ങളാണ്. എക്സിന്റെ അറ്റോമിക് നമ്പർ 12, വൈയുടേത് 17. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് നമ്പർ, പീരിയഡ് നമ്പർ, ബ്ലോക്ക്, വാലൻസി, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് അറ്റ് ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഫോംഡ് ബൈ എക്സ് ആൻഡ് വൈ. ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എക്സ് വൈ എന്നിവ പീരിയോഡിക് ടേബിളിൽ രണ്ട് മൂലകങ്ങളാണെന്ന് പറഞ്ഞു. അവയുടെ അറ്റോമിക് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് അതിൻ്റെ പീരിയഡ് നമ്പർ കണ്ടുപിടിക്കണം, ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കണം, അതുൾപ്പെടുന്ന ബ്ലോക്ക് കണ്ടുപിടിക്കണം,
ദെൻ അതിൻ്റെ വാലൻസി, ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അവസാനം നമ്മൾ എന്തുകൂടെ കണ്ടുപിടിക്കുന്നു, എക്സും വൈയും തമ്മിൽ ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല രാസസമവാക്യം കൂടി കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ്. ഈ രണ്ട് എലമെൻറ്റ്സിൻ്റെ എന്ത് എഴുതുക, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് എഴുതുക. ഇൻ ദ കേസ് ഓഫ് എക്സ് നമ്മൾ ആദ്യം എക്സിൻ്റെ നോക്കുന്നു. എക്സിൻ്റെ എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 സംശയമില്ല, 2 + 2 4 4 + 6 10 10 + 2 12. അതുപോലെ വൈയുടെ നമുക്ക് എഴുതാം 1s2 2s2 2p6 3s2 3p5. ഓക്കെ, ഇനി പറയേ വിച്ച് ഗ്രൂപ്പ് എലമെൻറ്റ്സ്. എസിനെ നമുക്ക് ആദ്യം എക്സിനെ കുറിച്ച് പറയാം. Here its outer electronic configuration ends in 3s2. ns2 അവസാനിച്ചു. സോ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും ഇവിടെ? ഇറ്റ് ഈസ് എൻ എക്സ് ബ്ലോക്ക് എലമെന്റ്. സോ ഗ്രൂപ്പ് നമ്പർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, വാട്ട് അബൌട്ട് ദ പീരിയഡ് നമ്പർ? പീരിയഡ് നമ്പർ ഈസ് ദ ഹൈയസ്റ്റ് ഷെൽ നമ്പർ ഇൻ ദി പർട്ടിക്കുലർ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് സബ്ഷെലിന്റെ ഷെൽ നമ്പർ. ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ 3s ആണ്. സോ പീരിയഡ് നമ്പർ എത്രയായിരിക്കും ഇവിടെ? പീരിയഡ് നമ്പർ 3 എന്ന് കിട്ടും. അപ്പോൾ ഗ്രൂപ്പ് കിട്ടി, പീരിയഡ് കിട്ടി. സോ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ എന്ന് പറയുന്നത് 3s ആണ്. സോ ഇറ്റ് ബിലോങ്സ് ടു എസ് ബ്ലോക്ക്. ഓക്കെ, ബാഹ്യതമ ഷെല്ലിനകത്തുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം 2 ആയതുകൊണ്ട് വാലൻസി അല്ലെങ്കിൽ സംയോജകത എത്രയായിരിക്കും? സംയോജകത എത്രയായിരിക്കും? 2 ആയിരിക്കും. ആൻഡ് ഹിയർ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയായിരിക്കും ഇവിടെ? ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആയിരിക്കും. ബിക്കോസ് ഇറ്റ്സ് outermost shell contains 2 electrons, so it will lose 2 electrons when it is in chemical reaction. So oxidation state +2. അതുപോലെ നമുക്ക് ഇവിടെയും പറയാൻ പറ്റും. here ഗ്രൂപ്പ് നമ്പർ ഇറ്റ് ഈസ് എ പി ബ്ലോക്ക് എലമെന്റ്. പി ബ്ലോക്ക് എലമെന്റ് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഔട്ടർ മോസ്റ്റ് പി സബ്ഷെൽ ഇലക്ട്രോണുകളൊപ്പം എന്ത് ചെയ്യുക? 12 ആഡ് ചെയ്യുക. സോ 5 + 12 ആണ്. സോ 17 കിട്ടും. 17th ഗ്രൂപ്പ് എലമെന്റ് ആണ്. ദെൻ പീരിയഡ് നമ്പർ എത്ര ആയിരിക്കും ഇവിടെ? ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ 3p ആണ്. സോ പീരിയഡ് നമ്പർ 3 ആയിരിക്കും. അതുപോലെ ഇറ്റ് ബിലോങ്സ് ടു പി ബ്ലോക്ക് ബിക്കോസ് പി സബ്ഷെൽ അവസാനിക്കുന്നു. വാലൻസി എന്ന് പറയുമ്പോൾ outermost shell എന്ന് പറയുന്നത് 3s ഉം 3p ഉൾപ്പെടുന്നതാണ് outermost shell. It contains 7 electrons, so its valency is 1. And oxidation state എന്ന് പറയുമ്പോൾ outermost ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. സോ ഇതെന്ത് ചെയ്യും? 1 ഇലക്ട്രോൺ സ്വീകരിക്കുകയായിരിക്കും ചെയ്യുന്നത്. സോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആയിരിക്കും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ പറയാൻ പറ്റും. ഇനി ഇവ തമ്മിൽ ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ട് കെമിക്കൽ ഫോമിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ. എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റുള്ള തന്നെയാണ് ആദ്യം എഴുതുന്നത്. ഇവിടെ എക്സിൻ്റെ പോസിറ്റീവ് ആയതുകൊണ്ട് അത് ആദ്യം എഴുതി. ദെൻ വൈയുടേത് 1 ആണ്, അതും എഴുതി. ഇനി ഇവ എന്ത് ചെയ്യുക? പരസ്പരം മാറ്റി സബ്സ്ക്രിപ്റ്റായിട്ട് കൊടുത്താൽ മതി, പാദാംഗമായിട്ട് കൊടുത്താൽ മതി. അതായത് എക്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ വൈയുടെ പാദാംഗമായിട്ടും വൈയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിന്റെ പാദാംഗമായിട്ടും എഴുതും. സോ വി ഗെറ്റ് x1 y2 or we can write x y2. This is the chemical formula of the compound form. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൂടെ നോക്കുക. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതുപോലത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും കൂടെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നന്ദി.